ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. വീടിനുള്ളിൽ അലങ്കാരത്തിന് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. തിരക്കേറിയ ജോലികൾ ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് കൂടുതലായിട്ട് കളക്ട് ചെയ്യാം. കാരണം ഈ പ്ലാന്റിന് കെയറിങ് ആവശ്യമില്ല. 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഏത് മണ്ണിലും ഈ പ്ലാന്റ് വളരും. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വളർത്താൻ പറ്റും. ഈർപ്പമുള്ള മണ്ണിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് വളരുന്നതായിട്ട് കാണാം. വീടിനുള്ളിലാണ് ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഇലയ്ക്ക് മഞ്ഞ നിറം കൂടി വരുന്നതായിട്ട് കാണാം. ഔട്ട്ഡോറിലാണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളർ കൂടി വരുന്നതായിട്ട് കാണാം. കാരണം സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സൂര്യപ്രകാശം എത്ര ഏൽക്കേണ്ടി വന്നാലും ഈ പ്ലാന്റ് ഉണങ്ങി പോകില്ല. ഈ പ്ലാന്റിൻ്റെ തണ്ടാണ് ഞാൻ നടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നടുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതേപോലെ നട്ടു കൊടുത്താൽ മതി. നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മളൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് വളരും. നല്ല ഭംഗിയാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.